ഹായ് ഹലോ, സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരി പെയിന്റ്. പണ്ട് ഉണ്ടായിരുന്ന ചുരി പെയിന്റ്. ഇപ്പോൾ ഒരു വിധക്കാരൊക്കെ ഇപ്പൊ അധികം ആൾക്കാർ ചുരി പെയിന്റ് ഉപയോഗിക്കാറില്ല. പെൻസിൽ പെയിന്റ്, സിഗരറ്റ് പെയിന്റ് ഒക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചുരി പെയിന്റിന്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പൊ ചുരി പെയിന്റിന്റെ കട്ടിങ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോ എന്തോ കട്ട് ഇതിന്റെ ബാലൻസ് തുണിയാണ് എങ്കിലും ആ തുണി ഇങ്ങനെ ഡബിൾ ആയിട്ട് എടുക്കുക. ഇത് രണ്ട് തുണിയാണ്. രണ്ട് മടക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു മടക്ക്, ഇതൊരു മടക്ക്. രണ്ട് മടക്കിൽ ഇങ്ങനെ മടക്കി പിടിക്കുക. നേരെ തുണി ഒന്ന് ലെവലാക്കി എടുക്കുക. ഇവിടെ നമ്മൾ അളവ് കാണിച്ചാൽ ഒരു 36 ഇഞ്ച് ലെങ്ത് ആണ്. അപ്പൊ അതിൽ ഒരു 10 ഇഞ്ചൊക്കെ കൂട്ടുന്ന ചുരിക്ക് ഇവിടെ ചുരിഞ്ഞിക്കുള്ളൂ. 30 അരവണ്ണം 10 ഇഞ്ച് താഴെ ബോട്ടന്റെ പീസ്. അപ്പൊ നമ്മളിതിനെ നമുക്ക് പരമാവധി ലെങ്ത് കിട്ടുന്ന വിധത്തിൽ ചുരി പെയിന്റിനെ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് ആയിട്ടാണ് ഇടേണ്ടത്. അംബ്രല്ല കട്ടിങ്ങിനൊക്കെ ഇടും പോലെ അംബ്രല്ല കട്ടിങ്ങിന് ഇടുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അംബ്രല്ല കട്ടിങ് ഇടുമ്പോൾ ഇത് ക്രോസ് ആയിട്ടിട്ട് തുണിനെ നമ്മൾ ക്രോസ് ആയിട്ടിട്ട് 4 ആയിട്ട് മടക്കിയിട്ട് ക്രോസ് ഇടുക. ഇതിന്റെ തല 2 എൻഡ് കരഭാഗങ്ങൾ പുറത്തോട്ടിടുക. 4 ആയിട്ട് മടക്കിയ മടക്കിന്റെ ഭാഗം നമ്മൾ പുറത്തിടുക. ഇനി നമ്മൾ താഴെ അടിഭാഗം ബോട്ടത്തിന്റെ അവിടെ അങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് മടക്കി അടിക്കാനുള്ള തുമ്പ് 1 ഇഞ്ച് തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് ഇനി നമ്മളിവിടെ ബോട്ടം ലൂസ് 10 ഇഞ്ചാണ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വൺ സൈഡ് എന്ന് പറയുന്നത് അത് 5 ഇഞ്ച് മതി. 5 ഡബിൾ ആയി വരുമ്പോൾ 10 ഇഞ്ച് ബോട്ടം ലൂസായി. ബോട്ടം ലൂസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുമ്പോൾ മാക്സിമം എത്ര ലെങ്ത് കിട്ടും നോക്കുക. ഇതിന് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 36 നമ്മുടെ ലെങ്ത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 32 കിട്ടും. ബാക്കി നമുക്ക് ബോക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ആയിട്ട് പീസ് ഇട്ട് കൊടുക്കുക. അതിപ്പോ വലിയ ലൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാണ്. ഇന്ന് ഞാൻ അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന ലെങ്ത്തിൽ നമുക്ക് എടുത്ത് കളിച്ചു തരാം. അപ്പൊ താഴെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ലെങ്ത് 36 ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അതിൽ കൂടെ നമുക്ക് പ്ലേറ്റിന് ചുരിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളവിടെ മാക്സിമം ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പൊ 35 ലെങ്ത് എടുത്ത് അതിൽക്കൂടി നമുക്ക് ചുരിക്ക് നമ്മുടെ ഒരു 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് മതി. 8 ഇഞ്ച് 10 ഇഞ്ച് വരെയൊക്കെ കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് മടക്കി എടുക്കാനുള്ള അലാസ്റ്റിക്കോ കയറൊക്കെ കൊടുക്കാനുള്ള തുമ്പ് എടുത്ത് കൊടുക്കണം. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് നട വരുന്നത് ഒരു 11 ഇഞ്ച് നട വരും. 11 ഇഞ്ചിന് റിഗാള് നട ഇങ്ങനെ എടുക്കുക. ഇനി നമ്മൾ അരവണ്ണം നമുക്ക് 30 ഇഞ്ച്. അപ്പൊ ഇവിടെ ഒരു 8 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 38 ഇഞ്ച്. അപ്പൊ 9 ഇഞ്ച് അരവണ്ണം വേണം. അതിന് ഇങ്ങനെ നമ്മൾ പെയിന്റിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് താഴോട്ട് 1 ഇഞ്ച് കൂട്ടുക. മേലോട്ട് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 9 എടുക്കുക. താഴോട്ട് വരുമ്പോൾ 1 ഇഞ്ച് 10.5 ഇഞ്ച് എടുക്കുക. ഇനി നമ്മളെ തൊട ലൂസ് ഒരു 23 ഒക്കെ മതി. അപ്പൊ 23 ഇഞ്ച് തൊട ലൂസ് ഇങ്ങനെ എടുക്കുക. പിന്നെ 1 ഇഞ്ച് ഇട്ട് കൊടുക്കുക. ആ 23 ഇഞ്ച് നമ്മൾ തൊട ലൂസ് എടുത്തത് ഇതാ. ഇനി ഇങ്ങനെ പിന്നെ മുട്ട് ലൂസൊക്കെ എടുക്കാറുണ്ടെങ്കിൽ എടുക്കുക. മുട്ട് ലൂസ് വേണമെങ്കിൽ ഒരു 12 ഇഞ്ച് മുട്ട് ലൂസ് ഇവിടെ മുട്ട് ലൂസ് മടക്കി കൊടുക്കുക. ആ മുട്ട് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ താഴെ ബോട്ടത്തിന്റെ അവിടേക്ക് 10 ഇഞ്ച് നമ്മൾ താഴെ ബോട്ടം വരച്ചു. അവർക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരി പെയിന്റിന്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോട്ടം ലെങ്ത് ഇതുവരെ ഇത് കട്ട് നമുക്ക് വേണ്ട ലെങ്ത് ഇവിടുന്ന് നമുക്ക് ചുരിക്ക് വേണ്ട ചുരി പെയിന്റ് താഴെ ചുരിഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടില്ല, അതിനുള്ള ചുരിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. താഴെ ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് കട്ട് ചെയ്ത് വിട്ടിട്ട് നമുക്ക് ഇവിടെ തുമ്പ് 1 ഇഞ്ച് പുറത്തോട്ട് തുമ്പ് ഇട്ടിട്ട് ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇവിടെ താഴെ മടക്കി എടുക്കാനാണ് തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാള് നട്ട നമ്മളെ സീറ്റ് അരവണ്ണൊക്കെ വരുന്ന ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പോകുന്നു. കണ്ടോ? ഇവിടെ പിന്നെ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ പീസ് ഇവിടെ താഴെ നമുക്ക് പീസ് ഇട്ട് ഇവിടെ പീസ് ഇട്ടിട്ടില്ല. നമ്മൾ ഇവിടെ പീസ് ജോയിന്റ് ഇട്ടു. അത് ഞാൻ കാണിച്ചത്. ഇവിടെ നമുക്ക് 9 ഇഞ്ച് അരവണ്ണം നമ്മളിവിടെ മേലെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇതാണ് നമ്മൾ അരവണ്ണം ശരിക്കും വേണ്ടത് നമുക്ക് 7 ഇഞ്ച് വേണ്ടിയുള്ളൂ. അതുകൂടി നമ്മൾ അലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളത് കയറിന് വേണ്ടിയിട്ട് അരവണ്ണം സീറ്റ് ടൈറ്റ് ആയി പോവാതിരിക്കാനാണ് നമ്മൾ ഈ ലൂസ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ കട്ടിങ് ഇതിനിങ്ങനെ നമുക്ക് തുന്നത്തുമ്പ് പുറത്തോട്ട് തുന്നത്തുമ്പ് വേണം. തുന്നത്തുമ്പൂടെ കൂട്ടിയിട്ട് ഇതിന്റെ സെന്റർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ പീസിന് 2ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെ 2 പീസ് ജോയിന്റ് കൊടുക്കാൻ വേണം. അതിന് ഒരു സ്ട്രേറ്റ് പീസ് ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് കിട്ടുന്ന വെച്ച് നോക്കുക. തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് താഴെ ഭാഗം ഇതിൻ്റെ അതോടൊപ്പം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. തുണിനെ നേരെ ലെവലാക്കി കൊടുക്കണം. ലെവലാക്കി ഇതിനോടൊപ്പം തുന്നത്തുമ്പ് കൂടെ താഴോട്ട് തള്ളി വെച്ച് കൊടുക്കുക. തുന്നത്തുമ്പ് അടിക്കാനുള്ള തുമ്പ് എന്നിട്ട് ഇത് നേരെ ലെവലായിട്ട് അപ്പൊ നമ്മള് പെൻസിൽ ചുരി പാൻറ് ഇത് കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് നമുക്ക് ഇവിടെ പട്ട ഒരു 2 ഇഞ്ച് കൂടെ ലെങ്ത് കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പട്ട കൊടുക്കണം. നമ്മൾ ചുരി പാൻറ് കട്ടിങ് കഴിഞ്ഞതാ. താഴെ ഭാഗം ഇത് ബോട്ടം മടക്കി എടുക്കേണ്ട ഭാഗം ഇത് നമ്മളെ നടഭാഗം, സീറ്റിന്റെ ഭാഗം, അരവണ്ണം ഒരു ഭാഗം. ഇനി ഒരു ഭാഗത്ത് നമുക്കിവിടെ ജോയിന്റ് നമ്മൾ പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസിന് ഇവിടെ ഇങ്ങനെ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഇവിടെ ജോയിന്റ് ആയിട്ട് വേണം. ഇവിടെ ജോയിന്റ് ആയി വരുമ്പോൾ തന്നെ ഇതേപോലെ സീറ്റ് ഇവിടെ വന്നു. ഇവിടെ ജോയിന്റ് ഇല്ലാതെ നമുക്ക് കിട്ടി ഈ ഭാഗം നമുക്ക് ഇതില്ലാതെ കിട്ടി. ഇവിടേക്ക് നമ്മൾ ഇവിടെ പീസ് ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പീസിന് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക് വെച്ച് കൊടുക്കും. ഇവിടെ വെച്ചിട്ട് ഇവിടെ ജോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഭാഗം നമുക്ക് അലാസ്റ്റിക് നാടെ കൊടുക്കാനുള്ള സ്പേസും കൂടെ ഇവിടെ കിട്ടി. അതായത് ഇവിടെ റിഗാൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 കാലുകളായി ഇങ്ങനെ വരണം. ചുരി പെയിന്റിന്റെ കട്ടിങ് കഴിഞ്ഞു. ചുരി പെയിന്റിന്റെ കട്ടിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത കട്ടിങ് സ്റ്റിച്ചിങ്ങുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരും. ബൈ.